ഉമ്മാനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ, ബാപ്പയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ. ഉമ്മാനെ വാപ്പാനെ വിഷമിപ്പിക്കുന്ന ആളുകളുടെ ആയുസ് അല്ലാഹ് ചുരുക്കുന്നതാണ്. റിളർ റബ്ബി ഫീ റിളൽ വാലിദ്. അല്ലാഹുവിന്റെ തൃപ്തി ഉമ്മവാപ്പന്റെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ ദേശം ഉമ്മവാപ്പന്റെ കോപത്തിലാണ്. ഞാൻ ആമായിട്ടൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് വാക്ക് ചുരുക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിൽ നിറച്ച് ഒന്നുകൂടെ പറയുന്നു, ഇന്ന് നെറ്റ് ഉപയോഗം വ്യാപകമാണ്. മൊബൈലുമായി ഇടപെടുന്ന ആളുകൾ അധിക കൂടുതലും നെറ്റുമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഇന്ന് അതുമായി ഇടപെട്ട് കഴിഞ്ഞാൽ സ്വകാര്യമായിട്ട് ഉദ്ദേശിച്ചത് മുഴുവനും ആസ്വദിക്കാനുള്ള അവസരം കൂടുതലാണ്. എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, സാധുവായ ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണിന് ക്യാൻസർ ബാധിച്ച ചെറിയ കുട്ടികളെ കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്, പ്രായമുള്ളവരെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ സമയം ഇങ്ങനെ ആംബുലൻസുകൾ നോക്കുന്ന സമയം ഒരു ആംബുലൻസിലേക്ക് ചെന്നു നോക്കിയപ്പോ മക്കളതാ കൂടെയുള്ള ആൺമക്കൾ ബാപ്പ ഇങ്ങനെ ആംബുലൻസിൽ വെച്ച് ഇങ്ങനെ കിടന്ന് കരയുകയാണ്. അല്ലാ അല്ലാ എന്ന് വിളിച്ചിങ്ങനെ കരയാണ്, അട്ടഹസിക്കുകയാണ്. മക്കളതാ ബാപ്പന്റെ കാലിൽ വലിയ നിലക്ക് മാരക ക്യാൻസർ പിടിപെട്ട് ഡോക്ടർമാർ ഒഴിവാക്കിയതാണ്. ആ പിടിപെട്ട കാലിന്റെ മറുഭാഗത്തുള്ള കാലിങ്ങനെ അദ്ദേഹം ഇങ്ങനെ കഥ എടുത്തിങ്ങനെ ഇടുകയാണ്, തള്ളുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ മക്കളതാ ശീലത്തുണി ചുറ്റിയ കാല്, ആ കാലിൽ ചുറ്റിയ തുണി ഇങ്ങനെ ഓരോന്ന് അഴിച്ചിട്ട് എന്നോട് നോക്കാൻ പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ അങ്ങ് നോക്കുന്ന സമയം രക്തക്കറയോടുകൂടെ മഞ്ഞ കളറ് കാണുന്നു. ഒരു വലിയ ദ്വാരമാണ് കാലിൽ. ആ ദ്വാരത്തിൽ നിന്ന് രക്തം മഞ്ഞയോടുകൂടെ ഉള്ള അവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ പുറത്തു വരുന്നു. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. എന്നാൽ മുസ്ലിം ചെറുപ്പക്കാരാ, നീ അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് മുസ്ലിം ചെറുപ്പക്കാരികളെ റബ്ബ് പൊരുത്തപ്പെടാത്ത നിലക്ക് ഹറാമ് കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ നീ തോന്നിവാസം കണ്ട കണ്ണുകൊണ്ട് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കാണാൻ പറ്റില്ല. ജാമിഉൽ ഹദീസിലെ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ തങ്ങൾ പറയാണ്, കുല്ലു ഐനിൻ ബാകിയത്തുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാഹ് وعينا سهرت في سبيل الله وعينا خرج منها مثل رأس الذباب من خشية الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ കണ്ണുകളും കരഞ്ഞ് 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 കലങ്ങിയിട്ട് എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു, വല്ലാതെ വിഷമിക്കുന്നു, ദുരിതപ്പെടുന്നു. രക്ഷപ്പെടുത്താൻ ആരുമില്ല, സഹായത്തിനും റെക്കമെന്റിനും അധികാരമില്ല. ആ മഹ്ശറയിൽ അതാ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന സമയം 3 കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാരെ തങ്ങൾ പരിചയപ്പെടുത്തി. വല്ലത് അൻ മഹാരിമില്ലാഹ്, ഹറാം
ദൃഷ്ടിയിൽ പെടുന്ന സമയം അത് സ്ക്രീനിലാണെങ്കിലും നേർക്ക് നേരാണെങ്കിലും അല്ല പൊരുത്തപ്പെടാത്തത് കാണാനിട വന്നാൽ അല്ലാഹു എന്ന നിലക്ക് റബ്ബ് പൊരുത്തപ്പെടാത്തത് റഹ്മത്തുൽ ആലമീനായ തങ്ങൾക്ക് സഹിക്കാത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് എങ്ങനെ നോക്കാനാണ് എന്ന നിലക്ക് കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാൻ കഴിഞ്ഞ വല്ല മുസ്ലിം സഹോദരിയുമുണ്ടോ, മുസ്ലിം സഹോദരനുമുണ്ടോ? അത്തരക്കാരുടെ കണ്ണുകൾക്ക് ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് മാത്രമല്ല, അവരെ കണ്ണിന് ഈമാനിന്റെ വലിയ പ്രകാശമാണ്. രണ്ടാമത് തങ്ങൾ പറയുന്നു വഅൈനൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിച്ച കണ്ണ്. മുതഅല്ലിമുകൾക്ക് ആലിമീങ്ങൾക്ക് കിതാബ് മുതാല ചെയ്യുന്ന ഉലമാഇല്ലേ, കിതാബ് പഠിക്കുന്ന കുട്ടികളില്ലേ, മുതഅല്ലിമുകളില്ലേ, ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന സ്വർഗ്ഗത്തിന്റെ വഴി തെരഞ്ഞെടുത്ത അല്ലാഹു മഹത്വം നൽകിയ ആദരവ് പറഞ്ഞ മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച മുതഅല്ലിമിന്, മതവിദ്യാർത്ഥിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിന്റെ വഴി എളുപ്പമാക്കിയെന്ന ഹദീസിൽ ആ മുതഅല്ലിമുകൾക്കും സന്തോഷിക്കാം. അല്ലാഹനെ ചിന്തിച്ച് പാതിരാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനെ ചിന്തിക്കുന്ന ആളുകൾക്കും സന്തോഷം ഹബീബ് പറയുന്നു. മൂന്നാമത്തെ കണ്ണിന്റെ അഹലുകാർ അവിടുന്ന് പറയുന്നു വഅൈനൻ ഖറജ മിൻഹാ മിസ്ല റഅസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്, റബ്ബിനെ ചിന്തിച്ച് ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാൻ വല്ല മുസ്ലിമിനും സാധിച്ചോ? അവരെ കണ്ണുകൾക്കും നാളെ ആഖിറത്തിൽ കരച്ചിലില്ല. അതുകൊണ്ട് ഹറാം ദൃഷ്ടിയിൽ പെടുന്ന സമയം അത് നോക്കാതെ ആസ്വദിക്കാതെ കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാനുള്ള ഈമാന് നമുക്ക് പവർ കിട്ടണം. ആ പവർ കിട്ടാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു വന്നത് മഹബ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. ആഖിറത്തിൽ ആരാരുമില്ലാതെ അതാ എല്ലാവരും പ്രയാസം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ രക്ഷപ്പെടുത്താൻ അല്ലാഹ് അധികാരം കൊടുത്ത ഒരേ ഒരു നേതാവല്ലേ. അന അവ്വലു ശാഫിഉൻ വ അവ്വലു മുശഫ്ഫഉൻ വ അവ്വലു മൻ യുഹദികു ഹൽഖൽ ജന്ന. അന സയ്യിദു വൽദി ആദം വ ആദം വ മൻ ദൂനഹു തഹത ലിവാഇ. വലിയ നിഅമത്ത് എടുത്തു പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി ആദരിച്ച റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ സ്നേഹിക്കൂ മുസ്ലിമീങ്ങളെ. ദുനിയാവിന്റെ പളപളപ്പിൽ അല്ലാഹ് പൊരുത്തപ്പെടാത്ത വിഷയങ്ങളുമായി ഇടപെട്ട് ജീവിച്ച് ആഖിറം നഷ്ടമായി കഴിഞ്ഞാൽ അല്ലാഹുവേ നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ പൊടുത്തം ദുനിയാവിലും ആഖിറത്തിലും നീ നിലനിർത്തി തരണം റഹ്മാനെ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത മാരക ക്യാൻസർ അടക്കം രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഏറ്റെടുത്ത് സുഖപ്പെടുത്തണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ്